നമ്മുടെ ആദർശിൻ്റെയും നാനയുടെയും ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കുക. അങ്ങനെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം വീട്ടിൽ നിന്ന് അനന്തപുരിയിലേക്ക് മടങ്ങി ചെല്ലുന്നുണ്ട്. അപ്പോൾ ആദർശിനെ കണ്ടിട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അനാമിക. നിസ്സാര പരിക്ക് മാത്രമേ ആദർശിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന സത്യം അപ്പോഴാണ് അനാമികക്ക് മനസ്സിലാകുന്നത്. ലക്ഷങ്ങൾ മുടക്കിയിട്ടും ആദർശിനൊന്നും പറ്റാത്തത് കണ്ട് അനാമിക പതച്ചു നിന്നുപോയി കേട്ടോ. സമയത്ത് അനാമിക വിചാരിക്കുന്നുണ്ട്, ഹോ എന്തൊരു ദൈവഭാഗ്യ ആദർശിന്. ഉടൻ തന്നെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട്, റൂമിലേക്ക് പോയി വേണുവിനെയും രേവതയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതോടെ വേണു വല്ലാതെ ഷോക്കാകുന്നുണ്ട്. കാരണം ഇത്രയും ചിലവാക്കിയിട്ടും ആദർശിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്കും വല്ലാതൊരു സങ്കടം. താൻ ആഗ്രഹിച്ചതും ഇതുവരെ വേണുവിനെ ഏൽപ്പിച്ച ഒരു കാര്യവും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വേണുവിനോട് നല്ല ദേഷ്യത്തിലാണ് കേട്ടോ അനാമിക സംസാരിക്കുന്നത്. അങ്ങനെ ആദർശിനൊന്നും പറ്റാത്തതിന്റെ നിരാശയോടുകൂടി അനാമിക റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയാണ് കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ അനാമികയുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു സമാധാനവും ഇല്ല. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണമെന്നായി. നീയും അനാമികയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മുത്തശ്ശന്റെ മനസ്സിലിപ്പോൾ അവർ രണ്ടും എത്രയും പെട്ടെന്ന് പിരിയണമെന്നായി. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ തന്നെ അനാമികയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം എന്നാണ് മുത്തശ്ശൻ ആലോചിച്ചു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അനാമിക ഇവിടുന്ന് പോകേണ്ടി വന്നാൽ അത് അനന്തപുരി തറവാട്ടിനെ ബാധിക്കും, നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ക്രിമിനൽ ചിന്താഗതിയുള്ളവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരിക എന്ന് കണക്ക് കൂട്ടാൻ അറിയില്ല എന്ന് മുത്തശ്ശനറിയാം. സമാധാനത്തിൽ തന്നെ അനാമിക ഇവിടുന്ന് പോകണം. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ കണ്ടുപിടിച്ച വഴി എന്ന് പറയുന്നത് ഒരു വക്കീലിനെ കണ്ടിട്ട് നിയമോപദേശം തേടാം. പിറ്റേന്ന് രാവിലെ തന്നെ മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വക്കീലിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വക്കീല് പറയുന്നുണ്ട്, സാറ് വിചാരിക്കുന്ന പോലെ ഒരു നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമോ? അനന്തപുരി തറവാട്ടിന് പേരുദോഷം ഉണ്ടാവുമോ? ഒന്നുമില്ല. കാരണം അനാമിക വഞ്ചിച്ചിരിക്കുന്നത് നിങ്ങളെ കുടുംബത്തെയാണ്. നിങ്ങളെ കുടുംബത്തിലെ സ്വത്തുക്കൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നതിനുള്ള തെളിവ് നമ്മുടെ കയ്യിലില്ലേ? അവൾ ഒരിക്കലും കോടതിയിൽ പോയാൽ പോലും ജയിക്കാൻ പോകുന്നില്ല. അച്ഛൻ്റെയും മകളുടെയും പേരിൽ ഒരുപാട് കേസുകളുണ്ട്, കൊലപാതക കേസ് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. സാറ് ചെയ്യേണ്ടത് സാറിൻ്റെ കൊച്ചുമോനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് പേപ്പറിങ്ങിതാ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റുന്നേ. ഇതും കേട്ടുകൊണ്ട് മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ട്, അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. മുന്നിൽ തന്നെ ജാനകിയാണ് കാണുന്നത്. എന്നിട്ട് അനുമോൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, റൂമിലുണ്ട്. അച്ഛാ എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട് അനിയെ കാണാൻ. എന്നിട്ട് അനിയെ വിളിച്ച് മുത്തശ്ശൻ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. മുത്തശ്ശ, അതെനിക്ക് മനസ്സിലായി. ഈ വീട്ടിലെ എല്ലാവരും എന്നെ മാറി മാറി ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഇനി മുത്തശ്ശൻ മാത്രമേ ഉപദേശിക്കാണ്ടുള്ളൂ. നീ വിചാരിക്കുന്നത് പോലെ നിന്നെ ഉപദേശിക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് അനാമികയെക്കുറിച്ച് കുറച്ച് കാര്യം നിന്നോട് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ സർക്കിൾ ഇൻസ്പെക്ടർ വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് അനാമികയെക്കുറിച്ച് പറഞ്ഞു അവളൊരു വിവാഹ തട്ടിപ്പുകാരിയാണെന്നും അവളെ അച്ഛനും അമ്മയും അവളൊക്കെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്നൊക്കെ. 2 വിവാഹ തട്ടിപ്പ് കേസിൽ അനാമിക പ്രതിയാണ്. അവൾ നിന്റെ ജീവിതത്തിലും ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കടന്നു വന്നത്. കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതിനേക്കാളും മുന്നേ ദൈവം നമുക്ക് ഈ വിവരം അറിയിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അനാമികയെ ഡൈവോഴ്സ് ചെയ്യുക എന്നതാണ്. മുത്തശ്ശൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ അനി ഒരു അമ്പരപ്പോടുകൂടി മുത്തശ്ശനെ നോക്കുകയാണ് കേട്ടോ. കാരണം അനാമികയെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി എത്രയോ നാളുകളായി അനി കൊതിക്കുന്നു. അത് മുത്തശ്ശൻ്റെ വായിൽ നിന്ന് കേൾക്കുമെന്ന് അനി ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ കേട്ടതോടെ അനിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ഞാൻ ഉറപ്പായിട്ടും നന്ദുവിനെ സ്വന്തമാക്കും. ഇനി നന്ദു എനിക്ക് സ്വന്തം. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.